അപകടകാരികളായ കുറുവ സംഘം നാട്ടിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആലപ്പുഴക്കാരുടെയും കൊച്ചിക്കാരുടെയും ഉറക്കം കെടുത്തുന്നത് ഈ വാർത്തയാണ്. ഇരുട്ടിന്റെ മറവിൽ ശരീരം മുഴുവൻ എണ്ണയും കരിയും തേച്ച് എന്ത് ക്രൂരതയ്ക്കും മടിയില്ലാതെ എത്തുന്നവരുടെ കൂട്ടം. അവയവങ്ങൾ വരെ അറുത്തുമാറ്റി കവർച്ച നടത്താൻ തെല്ലും ഭയമില്ലാത്തവർ, എതിർക്കുന്നവരെ കൊല്ലാൻ പോലും മടിയില്ലാത്തവർ, സ്വന്തം സമ്പാദ്യവും പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് നടക്കുന്ന മലയാളിയുടെ ഉള്ള സമാധാനവും കൂടി കവർന്നെടുത്തിരിക്കുന്നു ഈ കൂട്ടർ. ഞാനും എറണാകുളംകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഒരു കുണ്ടന്നൂർ പാലത്തിൻ്റെ കീഴിൽ നിന്ന് പിടിച്ചതിനെന്ന് കേട്ടതിന് ശേഷം നല്ല പേടിയുണ്ട്. പിന്നെ ഈ പേടിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇതിവിടെ എല്ലാ വർഷവും ഇവരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരെല്ലാ വർഷവും കള്ളം നടത്തുന്നില്ലേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം. അതെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇവരെ കുറുവാ സംഘം എത്തിയെന്നും പറഞ്ഞ് പോലീസ് പിടിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷം മുന്നേ കണ്ടല്ലേ ഇവർ ഓരോ വീട് കണ്ടുവച്ചിട്ട് എന്തോ ഫിലിമോ അല്ലെങ്കിൽ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ച് പോയിട്ട് സ്ത്രീകൾ വന്ന് പകൽ ആക്രി പെറുക്കാനായിട്ട് വന്നിട്ട് ജനലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോവും. പിന്നെ വന്ന് രാത്രി വന്ന് ആണുങ്ങൾ കട്ടെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എറണാകുളത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇവിടങ്ങളിൽ പാലം, മേൽപ്പാലത്തിൻ്റെ കീഴെ എല്ലായിടത്തും ഉണ്ട് പാലം, മുട്ടിന് പാലത്തിൻ്റെ കീഴെ ഇവരിങ്ങനെ വന്ന് താമസിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത എറണാകുളത്ത് ഇങ്ങനത്തെ ഈ കുളങ്ങൾ ചതുപ്പാണല്ലോ കൂടുതൽ. എറണാകുളം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുളങ്ങളൊക്കെ കൂടുതലുണ്ട്. അവിടെ വന്നിട്ട് ഈ ആമയെ പിടിക്കുക, മീനിനെ പിടിക്കാനായിട്ടൊക്കെ വരും. പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടക്കുന്ന എന്ത് സാധനവും കൂളായിട്ട് എടുത്തിട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവരെ എന്തിനു വന്ന് ഏതിനു വന്ന് എന്നൊന്നും അറിയണ്ട, ഇവരെ കാണുന്ന നിമിഷം കല്ലെടുത്ത് എറിയും ആ ചേച്ചി. അപ്പോൾ പക്ഷേ പുറത്തോട്ട് തിരിഞ്ഞു നിന്ന് നല്ല തെറിയാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല തെറി വിളിക്കും. പിന്നെ ഇവരിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. അതായത് അന്നേരം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു വാവകൾ. ആ വാവകളെ പോലും ഇവർ ഈ കോർപ്പറേഷൻ്റെ പൈപ്പിൻ്റെ ചോട്ടിക്കൊണ്ടുവച്ച് വെറുതെ പൈപ്പ് ഓണാക്കിയിട്ട് കുളിപ്പിക്കുന്ന കാണാം. അത് കണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരു കുഞ്ഞുണ്ടായ എൻ്റെ ദൈവമേ എന്തൊരു കെയറിങ് ആണ്. ഇവരാ ഉണ്ടായ കൊച്ചിനെ വെറുതെ പച്ചവെള്ളത്തിൽ ശക്തിയായിട്ട് വീഴുന്ന പൈപ്പ് വെള്ളത്തിൽ ചുമ്മാ കൂളായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരും. തമിഴരെ പറ്റിയ ഒരു ചൊല്ലുണ്ട്, തീ കുരുത്താണ് വെയിലത്ത് പാടില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കുളിപ്പിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരു അസുഖവും ഇല്ല. വളർന്നു വരുമ്പോഴും അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഇവിടെ അയ്യോ പൊന്നേ എന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ നേരമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അത് കണ്ട് ഈ വഴിക്ക് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ കുറുവാ സംഘം വന്നിട്ടുണ്ട്. കൊച്ചിയിൽ എറണാകുളത്തുള്ളവരൊക്കെ ശരിക്കും വാതിലടച്ചോ രാത്രി അടച്ചോ 2-3 വട്ടം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. അല്ല അത്ര വലിയ ഇതൊന്നുമില്ലായിരുന്നു. ഗേറ്റ് കുറ്റിയിട്ടോ ഗേറ്റ് പൂട്ടിയോ ഇതൊക്കെ വളരെ ശ്രദ്ധയാണ്. പക്ഷേ അവന്മാർ ഈ നമ്മളോടിപ്പോൾ പോലീസ് ലൈറ്റ് ഓണാക്കി ഇടണം, എന്താണ് പുറത്ത് ആയുധങ്ങളൊന്നും ഇടരുത്, ഇതൊക്കെ മുന്നറിയിപ്പ് പറയുന്നുണ്ട്. സത്യത്തിൽ അവന്മാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന്മാർ ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് എല്ലാവിധ ട്രെയിനിങ്ങും കഴിഞ്ഞാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പിടിച്ച് ആ പയ്യൻ അവൻ കളരി കഴിഞ്ഞവനാണ്. പക്ഷേ അവൻ കളരി കഴിഞ്ഞായിട്ട് ഇവരെ പിടിച്ചപ്പോൾ എന്താണ്, ഇവരുടെ ശരീരത്തിൽ എണ്ണ പോലത്തെ എന്തോ ഒരു സാധനം തേച്ചിരിക്കുകയാണ്. അവന് പിടിക്കാൻ പറ്റുന്നില്ല അവരെ. പിന്നെ എങ്ങനെയാണ് എവിടെ കളരി ഇറക്കാനാണ്? നിലത്ത് നിന്നിട്ട് വേണ്ടേ കളരിയും കുസ്തിയൊക്കെ ഇറക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. അവരത്ര ട്രെയിനിങ്ങാണ്. പിന്നെ അത് ഇവർ ഈ കക്കുക എന്ന് പറയുന്നതിനെ ഒരു ദിവ്യമായിട്ട് കാണുന്നെന്ന് തോന്നും. കാരണം ഇവർ വഴിപാടെല്ലാം നടത്തിയാണ് ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് പോരുന്നത്. എല്ലാ വർഷവും ഇവർ കക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇവിടെ എല്ലാ വർഷവും കാണാറുണ്ട് ഇങ്ങനെ വന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്ന് പാലത്തിൻ്റെ കീഴിൽ തമ്പടിക്കും. ആ പരിസര പ്രദേശത്തുള്ള വീടുകളിലൊക്കെ സ്ഥിരം വന്നു പോകുമെന്നുള്ളതാണ്. ഈ കുളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിരം വന്നു പോകും. അപ്പം ഈ ചെറിയ കള്ളമൊക്കെ നടത്തിയേച്ച് ഈ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയേച്ച് അങ്ങ് പോകും. വലിയ മോഷണങ്ങൾ രാത്രി കയറി. അതോ ഇനി ഇവരുടെ അടുത്ത സംഘങ്ങളാണോ അത് നടത്തുന്നത് നമുക്കറിയില്ല. ഇങ്ങനെ വരുന്നവരല്ലാതെ വേറൊരു സംഘം ട്രെയിനിങ് കിട്ടിയവരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും വരാറുണ്ട് എല്ലാ വർഷവും. എറണാകുളത്ത് താമസിക്കുന്നവർക്കറിയാം, എല്ലാ വർഷവും ഇവർ വരാറുണ്ട്. അപ്പോൾ ഇപ്പം അനൂപ് ആഷൻ വ്ളോഗ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പം ഇവരിലെ സ്ത്രീകളോട് സംസാരിക്കുന്നുണ്ട്. അനൂപ് അമ്മയെന്നൊക്കെ വിളിച്ചാൽ സംസാരിക്കുന്നത്. അത് സ്ത്രീകൾക്കും പ്രായമായവർക്കും കൊടുക്കേണ്ട മര്യാദ. പക്ഷേ ഇവരോട് നമ്മളോട് ഇവർ ഇത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു നയം തന്നെയാണ്. അതായത് മലയാളികളുടെ ഈ ഒരു അലിവുള്ള ഹൃദയവും ഈ ഒരു മര്യാദയുള്ള പെരുമാറ്റവും തന്നെയാണ് നമ്മളെ ഇതുപോലെ ഇവർ ഉപദ്രവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യം. ഇവർ തെലുങ്കിലോ
ആന്ധ്രാപ്രദേശത്തിലോ കർണാടകയിലോ ഒന്നും പോയി ഈ നമ്പർ ഇറക്കില്ല. ഇവരെല്ലാ വർഷവും പിടിച്ചാലും വീണ്ടും വീണ്ടും കേരളത്തിലേക്കേ വരുള്ളൂ. ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ ജനങ്ങളും ആ ഒരു രീതി ആയതുകൊണ്ട് മാത്രമാണ് എത്ര ആവർത്തിച്ചാലും അവർ പിന്നെയും വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമ്മുടെ അവരോടുള്ള സമീപനം അതുതന്നെയാണ് മാറ്റേണ്ടത്. അവിടെ ഈ പുരുഷന്മാരെക്കാട്ടും ക്രൂരതകളാണ് അവരുടെ കൂടെയുള്ള സ്ത്രീകൾ പച്ച പുണ്യാളത്തികളായിട്ട് അയ്യോ ജഗദീഷ് സിനിമ പറയുന്ന പോലെ അയ്യോ ഒന്നും ചെയ്തില്ല ഞാൻ ഇത്രേ ചെയ്തോളെന്ന് ജഗദീഷ് പറയില്ലേ വെള്ളാനകളുടെ നാട് ഏതൊരു ഇതിൽ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ട് അതേപോലത്തെ വർത്താനാണ് പറയുന്നത്. ഇവർ കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ഈ അതിലൊരു സ്ത്രീ ചോദിക്കുന്നുണ്ട് ആലപ്പുഴ ഇന്നലെ കട്ടെടുത്തതിന് ഇന്ന് കുണ്ടന്നൂരൊന്ന് പിടിക്കുന്നത് എങ്ങനെ ശരിയാവും? അപ്പോൾ അവർക്ക് ആലപ്പുഴയും എറണാകുളമൊക്കെ തമ്മിലുള്ള അകലമൊക്കെ അതുപോലെ മലയാളം എന്ത് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നറിയാം. വർഷങ്ങളായി അവർ ഈ കൃഷി തുടങ്ങിയിട്ട്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴ കട്ടെടുത്ത് എറണാകുളം ആലപ്പുഴയായിട്ട് എന്നെ അകലമുണ്ട്, രാത്രി ചെയ്ത് വന്ന് കിടക്കത്തില്ല. അതുപോലെ തന്നെ കുണ്ടന്നൂർ പാലത്തിൻ്റെ കീഴിൽ നിന്ന് ഇവരെ പിടിച്ചപ്പം ഒരുത്തൻ അതിൻ്റെ അകത്ത് കുഴി കുത്തിയിട്ട് കുഴിക്കകത്ത് കിടക്കുക. വെറുതെ മീൻ പിടിക്കാനുള്ള കർണാടകക്കാർ അവിടെ 3, 4, 5 വർഷമായിട്ട് അവിടെ കുട്ടവഞ്ചിക്കകത്ത് മീൻ പിടിക്കുന്ന ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. അവരെ പേടിപ്പിച്ചുകൊണ്ടാണ് ഇവരവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുന്നത്. ഇടയ്ക്ക് പോകും, പിന്നെയും വരും, പിന്നെയും പോകും ഇങ്ങനെ. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളിവിടെ ഇങ്ങനെ എന്തിനാണ് താമസിക്കുന്നത്? അപ്പോൾ ഇത് നിങ്ങളുടെയാണോ? ഇത് ഗവൺമെൻറ്റിൻ്റെ പാലമല്ലേ? നിങ്ങളാരാണ് ചോദിക്കാൻ എന്നും പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ടാണ് ഇവരവിടെ കയറി താമസിക്കുന്നത്. അപ്പോൾ നോർമലായിട്ട് കക്കാനോ ഒന്നിനും പോകാത്ത ഒരുത്തൻ സാധാരണ അവിടെ ഇഷ്ടംപോലെ ആണുങ്ങളുണ്ട് ഈ കുട്ടവഞ്ചി മീൻ പിടിക്കുന്നത്. അതേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അനൂപ് വ്ളോഗ്സ് ചോദിക്കുമ്പോൾ അവർ എന്തോരു സംസാരമാണെന്നറിയാവുന്ന കേൾക്കാം. അവന് കള്ളം ചെയ്തതോ എന്റെ ഞങ്ങളെ കൂടെ ഉള്ളവന് എങ്ങനെ മിനിങ്ങാന്ന് പോയി മോഷണം ചെയ്തവന് എങ്ങനെ കൊണ്ടുവന്നിട്ട് നാട് ചാടിയല്ലേ പോയിരിക്കും. ഇവിടെ എന്തിനാ താമസിക്കുന്നത്? പൊന്നമ്മ. പൊന്നമ്മ നമ്മുടെ ഈ ഇന്നലെ പിടിച്ചാണോ കുണ്ടന്നൂർ പിടിച്ച പുള്ളി താടി വെച്ചത്? സന്തോഷം. വേറെന്താ പുള്ളിയുടെ? സന്തോഷ് മണികണ്ഠൻ. അതിൽ മണികണ്ഠനുണ്ടോ? അതിലിപ്പോ ആരാ പ്രതി? രണ്ടുപേരും പ്രതിയാക്കി. നിങ്ങളിപ്പോ രാവിലെ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് പോലീസുകാർ പറയാനുള്ളത്? ഇതുവരെ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ കാണാൻ കൂടി സമ്മതിക്കുന്നു. അല്ല, അപ്പൊ നിങ്ങൾ ഇന്നലെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ വന്ന് പോലീസുകാരെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ വാർത്ത ഉണ്ട്. പെണ്ണുങ്ങൾ മാത്രം എന്റെ മോനെ വെച്ച് കണ്ണീന് നേരെ വെച്ച് എല്ലാരും മാറി അടിക്കുക. അപ്പൊ ഞാൻ എന്റെ മരുമകൾ കാര്യം കൊണ്ട് പിടിച്ചത്. അടിക്കണ്ട സാറേ ഇതേ പറഞ്ഞതുള്ളൂ. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് 10 പേര് കൂടി ആ ചെറുക്കനെ അടിക്കുമ്പോ എന്നാ ചെയ്യും? തുടങ്ങും. അപ്പൊ എന്തിനാ ഈ പുള്ളിനെ പിടിച്ചത്? അത് എന്തിനാ ഈ പുള്ളിയെ പിടിച്ചെന്നെ? വേറെ കള്ളന്മാരെ പിടിക്കാനും ഇവർക്ക് ഒന്നും ആയില്ല. എന്റെ മോന് പഴയ അക്യൂസ്റ്റല്ലേ. അപ്പൊ ഇവര് പറയുന്നതിലൊന്നും മനസ്സിലാവുന്നുണ്ട്. പോലീസ് വെറുതെ വന്നങ്ങ് പിടിച്ചു വെച്ചു. പിന്നെ ഇവരെ കാണാൻ സമയം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലാക്കേണ്ട ഈ പരാതികളൊക്കെ ഇവിടെ പറയാനും ഇതുപോലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയിരിക്കാനും പോലീസുകാർ കാണാൻ സമ്മതിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പരാതി പറയാനും അത് നമ്മുടെ കേരളമായതുകൊണ്ട് മാത്രം നടക്കുന്ന ഇവിടുത്തെ നിയമങ്ങൾ. ഇവിടെ 18 കേസിൽ ഇതേപോലെ പ്രതിയായ ഇതുപോലെ ഒരുത്തനെ ചുമ്മാ ഒപ്പിട്ട് പോകാനുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ വലിയ ശിക്ഷയൊന്നുമില്ല. ഉപദേശിച്ച് വിടുന്ന പോലെ സത്യം പറഞ്ഞ അതിവർക്കറിയാം. ഇവർ വേറെ എവിടെയെങ്കിലും വേറെ നാട്ടിൽ ആന്ധ്രയിലൊക്കെയാണ് പോകുന്നെങ്കിൽ ഇവരെ ഇടിച്ച് ചമ്മന്തിയാക്കി അടുത്ത വർഷം ഇവന് കക്കാൻ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി പോലീസുകാർ വിട്ടോളൂ. തമിഴ്നാട് പോലീസ് ഇന്നാൾ കാണിച്ചത് നമ്മൾ കണ്ടതല്ലേ? വെടിവെച്ച് കൊല്ലണേ അവരപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. ഒരു മാറ്റമില്ല. അറിയാലോ അവരുടെ ഇന്നാളത്തെ വാർത്ത വന്ന് കണ്ടല്ലേ? ഇവിടെ വന്നിരുന്ന് ഈ സാഹിത്യം മുഴുവൻ ഇവളുമാര് പാവ അമ്മയായിട്ട് പറയുന്നത് വെറുതെ കേട്ടോ. ഇവരെയൊക്കെ ഇതുപോലെ ഇരിക്കുന്ന സ്ത്രീകളുടെ വായിൽ നിന്ന് വീഴുന്ന തെറിയേക്കണം. അയ്യോ നമ്മളെ പേടിപ്പിച്ച് ഓടിക്കും അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ ചെന്നാൽ. ഇപ്പം അനൂപ് ചോദിച്ചപ്പോഴത്തേന് ദയനീയമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അയ്യോ ഒന്നും സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ലെന്ന്. അവൻ ചെയ്തു കാണും ചൊല്ലി അവനെ നോക്കി തൃപ്തിയാ. കേസില്ല ഒന്നുമില്ല. മണികണ്ഠന് ഒരു കേസില്ല. തമിഴ്നാട്ടിലും കേസില്ല, കേരളത്തിലും കേസില്ല. തമിഴ്നാട് നിങ്ങളുടെ സ്വദേശം മണികണ്ഠൻ അപ്പോൾ പുതിയതായിട്ട് കക്കാൻ വന്നായിരിക്കും ട്രെയിനിങ് കഴിഞ്ഞ്. കാരണം നിയമം പറയുന്നത് ശ്രദ്ധിച്ചോ, തമിഴ്നാട്ടിലും കേസില്ല ഇവിടെയും കേസില്ല. അപ്പം ഇതൊരു നിയമവശം ഉണ്ടല്ലോ. ഒരിടത്ത് ഒരു ക്രിമിനൽ പട്ടികയെ പോലും പേര് വരാത്ത ഒരാളെ പിടിച്ച് പോലീസ് പിടിക്കുമ്പോൾ നമ്മളത് അന്വേഷിക്കണം. കാരണം ഒരു ക്രിമിനലും അല്ലാത്ത ആ നിയമമാണ് ആ പറഞ്ഞത്. ഇവരുടെ വന്നിട്ട് തിരുച്ചിനാപ്പള്ളി തേനി മാവട്ടം. ഇവര് രാവിലെ തുടങ്ങി വന്നിരിക്കണാണ് ഇവിടെ. ആരുടെ ഭർത്താവാണ് നിങ്ങളുടെ? നിങ്ങളുടെ രണ്ടുപേരും ഭർത്താവാണ് പോലീസിനെ പിടിച്ചേക്കണം. ഓ അങ്ങനത്തെ സംഭവം. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഈ സമയങ്ങളിൽ എവിടെയായിരുന്നു?
ഈ തേനി അവിടെ ഇവിടെ അതെല്ലാം വെറും നുണയായിരിക്കും. തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം തന്നെയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രെയിനിങ്ങും കഴിഞ്ഞ് പൂജയും കഴിഞ്ഞ് വഴിപാടും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളവർ തന്നെയാണ്. പുരുഷന്മാരെ മാറ്റി നിർത്തുന്ന സ്ത്രീകളാണ് കള്ളികൾ, പെരുങ്കള്ളികൾ. 3 ദിവസമായി വന്നിട്ട് ഇതിന്റെ ഭർത്താവ് തമിഴ്നാട്ടിലെ ദീപാവലിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് 14-ാം തീയതിയാണ് വന്നത്. ഇതിന്റെ ഭർത്താവ് ആ പാളയിലെ കേസിന് കയ്യൊപ്പിട്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ ഭർത്താവ് അതിന് തീർന്നത് കയ്യെഴുത്തിട്ടുകൊണ്ടിരിക്കുക. പാലായിലെ കേസിന് കയ്യപ്പെട്ടുകൊണ്ടിരിക്കുവാന്ന്. എത്ര ഇതായിട്ടാണ് മലയാളം പറയുന്നതും കേരളത്തിലെ ഓരോ സ്ഥലവും പറയുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ മാപ്പും കേരളം മൊത്തം ചുറ്റിക്കണ്ടിരിക്കുന്നത് ഇവരായിരിക്കും, നമ്മളായിരിക്കില്ല. അത്ര കറക്റ്റായിട്ട് എല്ലാം അറിയാമെന്നുള്ള നമ്മളത് മനസ്സിലാക്കണം. എത്ര ഇതിലാണ് സംസാരിക്കുന്നത്. മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുമോ? ഈ കുണ്ടന്നൂരിൽ കാണുമോ? ആലപ്പുഴയിൽ മോശം ചെയ്തിട്ട് കുണ്ടന്നൂരിൽ ഞങ്ങൾ ഇരിക്കുവോ? ചാടി പോയി കാണുമല്ലേ? ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുവോ? ചുമ്മാ വെറുതെ അവന്മാരെ പിടിച്ചോണ്ട് വന്ന് മോഷണം നടത്തി കുറുവാശമ്പം പറയുന്നു. സംസാരിച്ചിട്ട് ഞങ്ങൾ പോകാന്ന് പറഞ്ഞാലും കുണ്ടന്നൂരല്ലേ? ആ കുണ്ടന്നൂര് മീനുകാരോടെ ഞങ്ങള് പാളത്തിന്റെ അടിയിലാണ് ഞങ്ങള്. മീൻ പിടിച്ചിട്ട് ആക്രി കച്ചവടത്തിനും പോകും, എല്ലാത്തിനും ചെയ്യും. ഈ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ പോകാൻ നോക്കുക, അവരെ കാണാൻ സമ്മതിക്കുന്നില്ല, മിണ്ടാനും സമ്മതിക്കുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങളെ കാണാൻ സമ്മതിക്കാൻ. അതിപ്പോ പോലീസുകാർ സംസാരിച്ച് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നടപടി സ്വീകരിക്കും. പറച്ചിൽ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? കുണ്ടന്നൂർ പാലത്തിൻ്റെ കീഴിൽ മീൻ പിടിച്ച് വിൽക്കാൻ വേണ്ടി, അതായത് പാലത്തിൻ്റെ കീഴിൽ താമസിക്കുന്ന ഒരു മീൻ പിടിച്ചിട്ട് പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലേ ഒരു ഇതിട്ട് അതിൽ നിൽക്കും. അപ്പോൾ ഈ വണ്ടിയെ പോകുന്നവരെല്ലാം അവിടെ നിർത്തി മേടിക്കും. ചിലപ്പോൾ ലേലം ചെയ്യുന്ന പോലെ ആ മൊത്തം മീനെ ഒന്നിച്ച് മേടിക്കുന്നവരുണ്ട്. അത് മറ്റുള്ള നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെന്നേലുമൊക്കെ നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടും ഫ്രഷ് മീനെ കിട്ടും. രണ്ടാമത് അല്പം വിലക്കുറവുണ്ട്. അങ്ങനെ ഇവിടങ്ങളിലുള്ളവർ വാങ്ങാറുണ്ട്, പോയിട്ട് വാങ്ങും. ഒന്നിച്ച് മേടിച്ച് ഒരാഴ്ചത്തേനൊക്കെയുള്ള മീൻ മേടിച്ച് വെക്കും. ഇച്ചിരി ലാഭമാണ് നമുക്ക്. അങ്ങനെയും. പക്ഷേ അവിടെ താമസിക്കുന്ന ഇവർ മീൻ പിടിക്കാനും പോകുന്നില്ല, വിൽക്കാനും പോകുന്നില്ല, വേറൊരു പണിക്കും ഇവർ പോകുന്നില്ല. ഇവർക്ക് ഈ ഉദ്ദേശമുള്ളൂ. സ്ത്രീകൾ രാവിലെ ഇറങ്ങും, മറ്റുള്ളവരുടെ വീട് കണ്ടുവെക്കും, എല്ലാം പരിസരം മുഴുവൻ നോക്കി വെക്കും, പുരുഷന്മാരെ അറിയിക്കും, പുരുഷന്മാർ പോയി കക്കും. ഇത് തന്നെ, ഇതേ ഉള്ളൂ. പറച്ചിൽ കേട്ടാൽ പോലീസുകാർ കാണിച്ചില്ല, എന്തോ അനീതിക്കെതിരെ പോരാടാൻ വന്നിരിക്കുന്ന ധീര വനിതകളെ പോലെ തോന്നുക. സംസാരം കേട്ടാൽ ഒന്നും വിശ്വസിക്കേണ്ട. വെറും ഉടായ്പെന്ന് പറഞ്ഞാൽ ഉടായ്പ, ക്രൂരതകളെ ഉള്ളവരാണ് ഇവളുമാർ തന്നെ. പിന്നെ ഈ പാലത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഇവളുമാർ എറണാകുളത്തെ ചെയ്യുന്ന വേറൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, എറണാകുളത്തെ റൗണ്ട് അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ബസ്സേ കയറുമ്പം അപ്പോൾ ഉടുത്തിരിക്കുന്നത് ചിലപ്പോൾ സാരി ആയിരിക്കും, മോളിൽ സാരി ആയിട്ടായിരിക്കും ഉടുത്തിരിക്കുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല വെൽ ഡ്രസ്സായിട്ട് വന്ന് കയറിയിട്ട് നമ്മുടെ മാല പൊട്ടിക്കലാണ് പരിപാടി. ഈ മാല പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. മാല പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ബാഗിലാക്കി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ സാരി ഉടുത്ത ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടയാളമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ഇവർ മുകളിലത്തെ ആ സാരി പറിച്ച് മാറ്റിയിട്ടുണ്ടാവും. പിന്നെ അവൾ അതിൻ്റെ അകത്ത് ചുടിദാറാണ് ഇട്ടിരിക്കുന്നത്. അവൾ അപ്പം തന്നെ ചുടിദാറിട്ട ഒരു സ്ത്രീയും ഹെയർ സ്റ്റൈലും എല്ലാം മാറ്റി അവളെ നമുക്ക് അറിയാൻ മേലാത്ത ഒരു അവസ്ഥയാകും. കണ്ണാടിയൊക്കെ വെച്ച് സാരി ഉടുത്ത ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പോലീസുകാരോട് അടയാളമൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളത് കിട്ടുകയല്ല. ഈ സ്ത്രീകളുടെ ഈ സംഘത്തിലുള്ള സ്ത്രീകൾ പകല് ഒരേ ബസ്സിലാണ് കൂടുതലും, പിന്നെ ഷോപ്പിംഗ് മാളല്ലേ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സും ധരിച്ചാണ് മാല പൊട്ടിക്കൽ. ആണുങ്ങൾ രാത്രി. ഇനി രാത്രി മാല പൊട്ടിക്കാൻ വേണ്ടി കയറുമ്പം നിങ്ങൾ ഓർക്കുന്ന പോലെ മാലയല്ല പൊട്ടിക്കുക, യാതൊരു മനസാക്ഷിയില്ല, കൊല്ലുക തന്നെ ചെയ്യും, ഒരു മാറ്റവും ഇല്ല, കൊല്ലുന്നതിന് യാതൊരു മടിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പെരുങ്കള്ളൻ്റെ ഭാര്യ, അയ്യോ പാവം പറയുന്നത്, അവൾ പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് ഒന്നും ചെയ്തില്ല, ഇനി വന്നതേ ഉള്ളൂ. അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ കുഴി കുത്തിയിട്ട് മണികണ്ഠൻ കുഴി കുട്ടി കിടന്നല്ലോ, അതാര് ചെയ്തു? അതറിയില്ല, അതവൾക്ക് ഒരു കാര്യം അറിയില്ല, അവൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അവൾ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ കുണ്ടന്നൂർ പാലത്തിൻ്റെ 14-ാം തീയതി വന്ന് 14-ാം തീയതി വരുമ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്നായിരുന്നു, പണിയായിരുന്നു. അതുകൊണ്ട് നണ്ടിന്റെ വില മാത്രം അവിടെ വെച്ചായിരുന്നു. നിങ്ങൾക്ക് മീൻ പിടുത്തക്കാണ്, മീൻ പിടിക്കുന്നതാണ് ഞങ്ങളുടെ പണി. ഞാൻ ഏതെങ്കിലും കുപ്പി പറക്കാൻ പോകും, ഇല്ലെങ്കിൽ പോകത്തില്ല, വീട്ടിൽ മീൻ പിടിക്കും, അതാ ചെയ്യും. ഇയാൾ നണ്ട് വില വെക്കുമ്പോൾ പോലീസുകാർ വരുമ്പോൾ അവര് നണ്ട് വില എടുക്കാനായിട്ട് പോയത്. പോലീസുകാരെ അയാൾ കണ്ടില്ല. കാണാതെ പോയപ്പോൾ
ഒന്ന് കാണാതെ പോയപ്പോൾ നീ എന്തിനാടാ ഓടിയതെന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് ഇവരെ പിടിച്ച് അല്ല ഇപ്പൊ ഈ പിടിച്ചിട്ട് ഇയാൾ എന്തിനാണ് പോലീസുകാരെ ഓടിയിട്ട് ചെളിയിൽ പോയി കിടന്നില്ലേ? അത് ഇതല്ല, അത് സന്തോഷമാണ്. അത് സന്തോഷം. മണികണ്ഠൻ ഏത് ചെയ്തില്ല, പോലീസ് മണികണ്ഠനില്ല, പോലീസിന്റെ ഒപ്പം തന്നെ നിന്നു. ഈ സന്തോഷാണ്, അതായത് നിങ്ങളുടെ ഭർത്താവല്ല, അല്ല ഓടാനോ ഒന്നും ചെയ്തില്ല. സന്തോഷം ഓടിപ്പോയിട്ട് ചെളിയിൽ പോയി സന്തോഷിനെ 2 കൈയിലും വിലങ്ങുണ്ടായി. സന്തോഷിനെ ആര് സഹായിച്ചു? അതാണ് എന്റെ ചോദ്യം. ആര് സഹായിച്ചെന്ന് അറിയത്തില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ പോയി. അപ്പൊ വേറെ 2 പെണ്ണുങ്ങളെ പിടിച്ചല്ലോ പോലീസ്? അത് അവരെ വിട്ട് ഇന്നലെ ഒരു ഭർത്താവ് കിട്ടുമ്പോ അവരെ വിട്ട്. ഞാൻ എന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ മഴയത്ത് തന്നെ നിൽക്കുമായിരുന്നു. അവര് വിട്ടില്ല. ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. അയാൾക്ക് എവിടെയും കേസ്, തമിഴ്നാടും കേരളാവിലും എവിടെയും കേസില്ല. അയാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നത്. ഞങ്ങൾ ഒരാൾ പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നത്. പോലീസുകാരെ പറഞ്ഞില്ല സംഭവം? പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിടുവോന്ന് അറിയത്തില്ല. സന്തോഷിൻ്റെ 2 കൈയിലും വിലം കൊണ്ട് ആ സന്തോഷിനെ ആര് സഹായിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ കൂട്ടം ഇത്രയും പേരേ ഉള്ളൂ, പക്ഷെ അത് ആര് സഹായിച്ചെന്ന് അവർക്ക് അറിയത്തില്ല കേട്ടോ. കുഴി കുത്തി അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ഇപ്പം ഈ ദയനീയമായ മുഖത്തോടു കൂടി നിന്ന് സംസാരിക്കുന്നത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഈ ആണുങ്ങളെക്കാട്ടും ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ച് പുരുഷന്മാരെക്കാട്ടും വില്ലത്തികളാണ് ഈ കൂടെയുള്ള സ്ത്രീകൾ. ഒരു മാറ്റവും ഇല്ല, ഒരു ദയയില്ല. അവരുടെ കൂടെയുള്ള മക്കളോട് തന്നെ അവർ ഇടപെടുന്ന കാണുമ്പോൾ നമുക്കറിയാം ഒരു സ്ത്രീകളുടെ ഒരു അതൊന്നും അവർ കണ്ടിട്ടില്ല. അങ്ങനെ ആയിരിക്കാം അവരുടെ ട്രെയിനിങ്. പിള്ളേരാണേലും മുട്ടേന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളാണേലും അത് ആ ഒരു രീതിയെല്ലാം കാണുമ്പം അതങ്ങനെയാണ്. ഇവർക്കൊന്നും ഒരു ക്രൂരത ചെയ്യാനും ഒരു മടിയില്ലാത്തുള്ള ഒരു രീതിക്കാണ്. ഇപ്പോൾ ഒന്നും അറിയാതിരിക്കുന്ന ഞങ്ങളെ വെറുതെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഇതൊക്കെ പറയാൻ, ഇങ്ങനെ നിന്ന് മീഡിയക്കാരോട് സംസാരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം സത്യം പറഞ്ഞാൽ ഇത് കേരളമായതുകൊണ്ട് മാത്രം നടക്കുന്ന. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവളുമാരെ വരെ അകത്ത് കയറ്റി ഇടിച്ച് അടുത്ത വർഷം ഇനി കേരളത്തിലോട്ട് വരികയല്ല, അല്ല കേരളമല്ല വേറെ എങ്ങോട്ടാണെങ്കിലും പിന്നെ ആ നാട്ടിലോട്ട് ചെല്ലിയല്ലാത്ത വിധത്തിൽ നല്ല അടി കൊടുത്ത് ഇടിച്ച് ഇഞ്ച പരുവാക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ആക്കി വിടും. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഒരു സാമട്ടാണ്. 18 മോഷ്ടിച്ചവനെ വന്ന് ഒപ്പിട്ട് പോയാൽ മതി, അല്ലെ ഉപദേശിച്ച് വിടുക, അല്ലെ സോഫ്റ്റായിട്ട് പെരുമാറുക. ഇതിപ്പോൾ ചെന്നപ്പോൾ പോലീസുകാരുടെ ഈ പെണ്ണുങ്ങൾ, ഞാനീ പറയുന്ന സത്യമാണെന്നുള്ളതിൻ്റെ ഈ പെണ്ണുങ്ങൾ പോലീസുകാരെ ഉപദ്രവിച്ച് ഇവനെ പിടിക്കാൻ ചെന്നപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് എന്താ, ഞങ്ങൾ കാലേ വീണ അവിടെ വെച്ച് പോലീസ് ജീപ്പിൻ്റെ വാതിലൊക്കെ തല്ലി പൊളിക്കുന്ന പോലെ ഇവളുമാർ ബഹളം വെക്കുകയും പോലീസുകാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാലേ വീണ് പോലീസുകാർ വെറുതെ അടിച്ചപ്പോൾ. അപ്പോൾ ഒന്ന് കാലേ വീണിട്ടും പോലീസുകാർ കൊണ്ടുപോവുക ചെയ്തത്. കംപ്ലീറ്റ് കുറ്റം പോലീസുകാരെ. കാരണം ഇത് കേട്ടാൽ അങ്ങനെ ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒന്ന് പാവങ്ങൾ താമസിക്കുന്ന ആ പാവങ്ങളെ നമ്മുടെ നാടായതുകൊണ്ട് നമ്മൾ അവരെ ഉപദ്രവിക്കുന്നു, അവർക്ക് നീതി നിഷേധിക്കുന്നു. ഇതൊന്നും അല്ല കേട്ടോ സത്യം. അവരുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്, അതാണ് സത്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.